Garments for ladies sent to London by KM exporters confiscated by the British government. License of the company cancelled by the government of India. Substandard quality, vulnerable to fire. സാറ് പറഞ്ഞേച്ചതാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതാണ് മാധവൻ നായർ ഇയാളിപ്പോ ഇൻകം ടാക്സ് കൊട്ടിഘോഷിച്ചില്ലേ അളിയനും കൂടി അന്താരാഷ്ട്ര കമ്പോളം വെട്ടിപ്പിടിക്കുമെന്ന്. ലണ്ടനിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത തുണിത്തരങ്ങൾ മുഴുവൻ സർക്കാർ പിടിച്ചെടുത്തു. ലോ ക്വാളിറ്റി. ആ വസ്ത്രം പെൺകുട്ടികൾ ധരിച്ചാൽ അവരുടെ വസ്ത്രത്തിന് തീ പിടിക്കുമെന്ന്. നമ്മുടെ എക്സ്പോർട്ട് ലൈസൻസ് പോയി കിട്ടി. മാധവൻ നായർക്ക് തൃപ്തിയായല്ലോ. രൂപ 1 2 അല്ല 1.5 കോടിയാ പോയത്. ബാല, നമ്മൾ അയച്ചത് ഫസ്റ്റ് ക്വാളിറ്റി തുണിയാ, അതിന് തീ പിടിക്കില്ല. ഇത് ആരോ തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തിയതാ. നമുക്ക് ബ്രിട്ടീഷ് സർക്കാരിനെ കൺവിൻസ് ചെയ്താൽ ആ തുണി മുഴുവൻ തിരിച്ചു കിട്ടും. അതിനുള്ള ബുദ്ധിയുണ്ടോ 10ാം ക്ലാസ് പാസ്സാകാത്ത മാധവൻ നായർക്ക്? ഇരുമ്പ് പാര വിഴുങ്ങിട്ട് ഇഞ്ചിച്ചാറ് കുടിച്ചാൽ മതിയാവോ? മധ്യപ്രദേശിലെ ഏതോ തുണി മില്ലിൽ ചണ്ടിയായിട്ട് കെട്ടിക്കിടന്ന പീറ തുണിയൊക്കെ കെട്ടിപ്പറക്കി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയും കൊടുത്ത് കയറ്റുമതി ചെയ്തു. അളിയനും കൂടെ ലാഭം കൊയ്യാൻ. ബാല, നീ ബഹളം വെച്ച് ഇത് പുറത്തറിയിക്കരുത്. ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. മോഡേൺ മാനേജ്മെന്റിൽ ക്വിക്ക് ഡിസിഷൻ വേണം. സൊസൈറ്റി ഫാസ്റ്റ് ആവുന്നു. എന്തായിരുന്നു ബുദ്ധിരാക്ഷസന്റെ ഒരു പെർഫോമൻസ്? എന്റെ അച്ഛൻ വളർത്തി വലുതാക്കിയ കമ്പനി നിങ്ങളായിട്ട് തച്ച് തകർത്തു. മതി, നിർത്ത്. ബിസിനസ്സിൽ ഇതൊക്കെ പതിവാ. 1.5 കോടിയുടെ നഷ്ടം പതിവാണ് പോലും. ഈ കമ്പനി മുഴുവൻ എഴുതി വിറ്റാലും എക്സ്പോർട്ടിന്റെ കടം തീരുമോ? ഇനി നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്നെ വിശ്വാസം അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നടത്തിക്കോ, ഞാൻ ഒഴിഞ്ഞു തരാം. അങ്ങനെ ഒഴിയുന്നതിന് മുമ്പ് ആ 1.5 കോടിക്കുള്ള മറുപടി എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും. ഹലോ, മിസ്റ്റർ മാധവൻ നായരല്ലേ? എന്താ സാർ ആ 50 ലക്ഷത്തിന്റെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്? മാനേജർ ബേജാറാവണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. 50 ലക്ഷത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. സാറിന് ആ തുക നിസ്സാരമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് തുക അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികൾ തുടങ്ങേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിക്കും തനിക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് സ്കട്ട് മിസൈല തകർക്കും. പക്ഷെ കോടതിയിൽ എന്ത് കാരണം പറയും? ആ ഭാഗം എനിക്ക് വിട്ടേരെ. തൊട്ടാ ഷോക്കടിക്കുന്ന ഒരു സാധനം ഞാൻ ഒപ്പിച്ചോളാം. പക്ഷെ സീത ചേച്ചിയെ ഒന്ന് സമ്മതിപ്പിക്കണം. അതാ പാട്. ആദ്യം കേൾക്കുമ്പോ ആരും ഒന്ന് ഞെട്ടും. ഇത്തിരി മനുഷ്യപ്പറ്റില്ലാത്ത പണിയാ. ഒരറവുകാരന്റെ നിസ്സംഗതയോടെ ഇത് ചെയ്യണം. അതാ വിഷമം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഇതുപോലൊരു പാതകം ചെയ്യാൻ ഇതിലും നല്ലൊരു ദിവസം വേറെ കിട്ടുമോ മാധവൻ നായർ സാറേ? എന്റെ സീതയെ എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പറയണേ. ഈ പെറ്റീഷനിൽ നീ ഒപ്പിടണം. അത് സാരില്ല, നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ടിയല്ലേ. ദേവി പൊറുക്കും. ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ മനസ്സിലാക്കി തരാം. ഒരു വിവാഹ മോചനം, സിമ്പിൾ ഡൈവേഴ്സ്. നീ വിഷമിക്കണ്ട. വെറുതെ ഡൈവേഴ്സ് ചെയ്യുകയല്ല. എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ചു കഴിഞ്ഞു. ഇതാ പ്രമാണം. ചേട്ടനില്ലാതെ എനിക്ക് എന്തിനാ ഈ സ്വത്ത്? ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നാളെ തന്നെ ജോയിന്റ് പെറ്റീഷൻ കൊടുക്കും ഡൈവേഴ്സ് കിട്ടാൻ. എന്ത് കാരണം പറഞ്ഞ ഈ ഡൈവോഴ്സ്? അതിന്റെ കാരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വക്കീൽ ഒപ്പിച്ചോളും. ഹർജി കൊടുത്താൽ അപ്പ തന്നെ പിരിച്ചു തരാമെന്ന് അയാൾ ഏറ്റിരിക്കുക. ഇത് നാളെ തന്നെ ഫയൽ ചെയ്യണം. ഞാൻ ഒപ്പിട്ടു, നീയും കൂടി ഒപ്പിട്ടാ മതി. നീ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വത്ത് മുഴുവൻ ബാങ്കുകാരും കടക്കാരും വന്ന് കൊണ്ടുപോകും. കമ്പനിയുടെ കടബാധ്യത 2 കോടിയാ. അതിൽ 1 കോടിക്ക് ഞാൻ സമാധാനം പറഞ്ഞേ പറ്റൂ. എന്നാലും വേണ്ടില്ല, ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. എങ്കിലിത് സംഭവിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കടക്കാര് വന്ന് കൊണ്ടുപോകും. പ്രായമായ മോളുടെ കൈയും പിടിച്ച് നമ്മൾ തെരുവിലിറങ്ങും. വല്ല വാടക വീട്ടിലോ കടത്തിണ്ണയിലോ അന്തി ഉറങ്ങാം. ജീവിതം മുഴുവൻ പട്ടിണിയിലാവും. മോളെ ഏതെങ്കിലും ഒരു നിർധനന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരും. നമ്മുടെ മോളെ ഇങ്ങനെ വഴിയാധാരമാക്കാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കി നിന്നെ ഡൈവേഴ്സ് ചെയ്താൽ ഈ കടക്കെണിയിൽ നിന്നും ഞാൻ അതിവിദഗ്ധമായി തലയൂരി. നമ്മൾ ഈ ദാമ്പത്യം മുറിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ മാത്രമാണ്. പഴയതിലും അടിച്ചു പൊളിച്ച് നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായി സുഖമായിട്ട് ഇവിടെ കഴിയും. ഇത് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു ചെറിയ ടെക്നിക്കാ. എന്റെ മോളൊന്ന് ഒപ്പിട്ടെ. ഒപ്പിട്. ഇനി താലി പതുക്കെ ഇടൂ. കുഴപ്പമില്ല. ഓ, സാറെന്താ ഇവിടെ നിന്ന് പറയണേ? ഞാനൊരു മസാല ദോശക്ക് ഓർഡർ കൊടുത്തിരിക്കുക. എന്താ നിനക്ക് വേണം? അയ്യോ, മസാല ദോശ അല്ല ആർക്കും ഇഷ്ടപ്പെടാത്ത. ഓടോ,
ഡൈവോഴ്സ് കിട്ടി. ഡൈവോഴ്സ് കിട്ടി. ഇതുകൊണ്ട് കമ്പനിയുടെ കടബാധ്യതയെന്ന് ഞാൻ രക്ഷപ്പെട്ടു ഉള്ളൂ. ഞാൻ പലരിൽ നിന്നും പേഴ്സണലായിട്ട് കുറച്ച് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. അതും കൂടി ബാലചന്ദ്രന്റെ തലയിൽ വെച്ചാൽ എനിക്ക് സമാധാനമായി. അതത്ര എളുപ്പമാണോ? ഈ കറുത്ത കോട്ട എനിക്ക് ഇല്ലാന്നുള്ളൂ. അത്യാവശ്യം നിയമമൊക്കെ എനിക്കും അറിയാം. ആ ചതിയ ബാല, അയാള് പാപ്പർ ഹർജി കൂടി ഫയൽ ചെയ്തു. എന്തിന്? അയാള് കാലിന് ബീഫ് വെച്ച് കൊടുക്കുന്ന പാർട്ടിയാ. എന്തെങ്കിലും കാണാണ്ട് അയാൾ ചെന്ന് തോന്നുന്നുണ്ടോ? ആദ്യം സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിലാക്കി, പിന്നെ വിവാഹമോചനം വാങ്ങി. ഇപ്പൊ ലക്ഷങ്ങളുടെ കടബാധ്യത തീർക്കാൻ യാതൊരു മാർഗമില്ലാന്നും പറഞ്ഞ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം തന്നെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്ന് കോടതിയോട് കേണാപേക്ഷിച്ചിരിക്കുക. കോടതി അയാളെ പാപ്പരാക്കുമെന്ന് നമുക്ക് നാളെ അറിയാം. അങ്ങനെ അതും ജയിച്ചു. കൺഗ്രാചുലേഷൻസ്. നിനക്കല്ല, എനിക്കാ. എന്റെ പാപ്പർ ഹർജിയും കോടതി അംഗീകരിച്ചു. സീതാഭവനിൽ മാധവൻ നായർ ഇപ്പൊ പാപ്പര, നിയമത്തിന് മുന്നിൽ മാത്രം. സർവസ്ഥാവര ജംഗമ വസ്തുക്കൾക്കും കൂടി 500 രൂപയിൽ താഴെ വിലയുള്ള ഒരു പാവം നിർധനനായി ഈ നിൽക്കുന്നത്. ഇത് അവസാനത്തെ വിധിയൊന്നല്ലോ, കൗണ്ടർ കേസും അപ്പീലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വീണ്ടും കോടതി വെച്ച് കാണാം. കാണാം. ഇത്തിരി പൊക്കമുണ്ടെന്ന് വെച്ച് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. എനിക്കെതിരെ നീ വാദിച്ച് ജയിക്കണമെങ്കിൽ വെറുതെ ബീഡി വലിച്ച് ആകാശത്തേക്ക് പുകവിട്ടിട്ടൊന്നും കാര്യമില്ല. നിയമപുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം. ഓക്കേ, ഫോളോ മീ. എന്താ? അല്ല, കൂടെ വരാൻ പറയായിരുന്നു. എന്റെ നാത്തൂനെ മാധവൻ നായരുടെ പിരി വിട്ടെന്നാ തോന്നുന്നത്. എങ്ങനെ വിടാതിരിക്കും? അച്ഛൻ ഓട്ടുരുളി കമിഴ്ത്തി ഉണ്ടായ സന്താനമല്ലയോ? അതോ ഉരുളി കമിഴ്ത്താൻ കൊടുത്തപ്പോ അച്ഛൻ അതിൽ ലാഭം നോക്കി. ക്ലാവ് പിടിച്ച പഴയ ഉരുളിയാ കൊടുത്തതേ. ആ ക്ലാവ് മുഴുവൻ ചേട്ടന്റെ സെറിബ്രത്തിൽ കയറി ബ്ലോക്കായി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉച്ചക്കർക്ക് ആരെങ്കിലും കാണിക്കൂ? ബാലൻസ് ഒന്നും ഇല്ലല്ലോ സാറേ. ഒരു 20 ലക്ഷം. അതും പിൻവലിച്ചല്ലോ. എപ്പോ? കുറച്ചു നാളായി. മാധവൻ നായർ സാർ തന്നെയാ വന്നത്. ചിലപ്പോ പറയാൻ മറന്നതാവും. ആ പണം വാങ്ങാൻ വന്നതാണ്. ഏത് പണം? ബാങ്കിൽ നിന്നും പിൻവലിച്ച 20 ലക്ഷം. അതൊക്കെ അപ്പോഴേ കടം തീർത്തില്ലേ? ഏത് കടം? കമ്പനി ഉണ്ടാക്കിയ പഴയ ചില ബാധ്യതകളാ. അതൊന്നും നിനക്കറിയില്ല. വെറുതെ മുട്ടാപ്പോക്ക് പറയരുത്. അത് ശാരിയുടെ കല്യാണത്തിനിട്ടിരുന്ന പണമാണെന്ന് നിങ്ങൾക്കറിയാം. അത് വാങ്ങാൻ ചെറുക്കന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അങ്ങനെ പറയരുത്. ഈ പണം കിട്ടിയില്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങും. അന്ന് നിങ്ങളും കൂടി ഉറപ്പ് കൊടുത്തിരുന്നല്ലേ? ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പണ്ട് അങ്ങനെ പലതും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നീ മനസ്സിൽ വിചാരിക്കുന്നത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ? എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ തന്നെ. പ്ലീസ്, അവളുടെ ജീവിതം ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് ആ പണം കിട്ടിയേ പറ്റൂ. ചേടാ, എന്റെ മോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ കോടതി എന്നെ പാപ്പരാക്കിയത്. കല്യാണത്തിന്റെ പണം ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ എടുത്തോളൂ. എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട എടുക്കാൻ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാണ്. കാല് പിടിച്ച കാശുണ്ടാവോ? പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോയാട്ടെ. നീ ആരാ ഇതിൽ ഇടപെടാൻ? കാശ് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. നീ പോടാ. മാധവനാരെ, ഇത് ചതിയാ. ഇതുവരെ നിങ്ങളുടെ എല്ലാ കൊള്ളരായ്മകളും ഞാൻ സഹിച്ചു ഇവൾക്ക് വേണ്ടി. ഇനി അതുണ്ടാവില്ല. എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ അത് നിന്റെ വീട്ടിൽ മതി. നന്ദിയുണ്ട് മാധവനാരെ. മരിച്ചുപോയ സുഹൃത്തിന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്തെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ നിങ്ങൾ ഈ ചെയ്തതിന് എണ്ണി എണ്ണി കണക്കി വെച്ചില്ലെങ്കിൽ ഞാൻ കേശവമേനോന്റെ മകൻ ബാലേന്ദ്രനല്ല. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കല്യാണത്തിന് വെച്ചിരുന്ന പണമാണ്. അതൊക്കെ അവന്റെ അടവായി ചെയ്യും. കല്യാണം നടത്താൻ അവന് വേറെ ഇഷ്ടംപോലെ പണമുണ്ട്. ഓതിക്കൊടുത്ത് എന്റെ ചേട്ടനെ കൊലയ്ക്ക് കൊടുക്കണം.